വർഷങ്ങൾക്ക് മുന്നേ തൃശൂർ ജോസ് തിയേറ്ററിൽ ഇരുന്ന് മൈ ബോസ് എന്ന് പറയുന്ന ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എല്ലാവർക്കും തന്നെ ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ ബോസ് എന്ന സിനിമയിൽ ഷാജോൺ പറയുന്ന ഒരു ഡയലോഗാണിത്. യൂറോപ്പിലേക്ക് പോവാൻ വെമ്പി നിൽക്കുന്ന ദിലീപിന്റെ ക്യാരക്ടറിനോട് ഷാജോൺ പറയുന്ന ഒരു ഡയലോഗാണിത്. നിന്നെ വല്ല യൂറോപ്പിലേക്കും കെട്ടിയെടുക്കുന്നതിന് ഞാൻ എന്ത് വേണമെന്ന്. പലപ്പോഴും ഒരു സമൂഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഈ ആറ്റിറ്റ്യൂഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡാണോ നമുക്ക് സമൂഹത്തിൽ വേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ നമ്മുടേതായ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ സമൂഹം നമ്മളെ അങ്ങനെ ആക്കി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ മെയിനായിട്ട് ഒന്നാമതായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഷാജോൺ എന്ന ക്യാരക്ടറിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി വളരെ സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. തൻ്റെതായ അഭിപ്രായങ്ങളും തൻ്റെതായ കാര്യങ്ങളും സമൂഹത്തിൽ നിലപാടുകളും വ്യക്തമാക്കാനായിട്ട് ചങ്കുറപ്പും നട്ടെല്ലുമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കും. മറ്റു വ്യക്തികളെ ഫിയർ ചെയ്യാതെ തന്നെ തൻ്റെ ഉള്ളിലുള്ള കാര്യം അതേപടി തന്നെ തൻ്റെ നിലപാടുകൾ ആരുടെ മുന്നിലും വിളമ്പാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെങ്കിൽ കൂടി ഇത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങളെ തുറന്നു പറയുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. അദ്ദേഹം സമൂഹത്തിന്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട്, സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തന്റെ നിലപാടുകൾ അവിടെ വ്യക്തമാക്കുകയാണ്. ഇത് നമുക്ക് പലപ്പോഴും വളരെ സാധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നിലപാടുകൾ വ്യക്തികളോട് തുറന്നു പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും തന്നെ ഈ സമൂഹത്തിൽ ഇവോൾവിംഗ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആ ഇവോൾവിംഗ് ആകുന്ന സമൂഹത്തിലെ മനുഷ്യരുടെ കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ഉള്ള ഒരു ചേക്കേറ്റം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാവരും തന്നെ ന്യൂക്ലിയർ ഫാമിലിയിൽ ഒതുങ്ങി നിന്ന് തങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതിൽ ഒന്നും കുറ്റം പറയാനില്ല, കാരണം സമൂഹത്തിന്റെ ഗതി നിലപരതകൾ അങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട, നമ്മുടെ മനസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചില നിലപാടുകൾ കൂടി ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് സമൂഹത്തിൽ പ്രോഗ്രസ് ഉണ്ടാവുക എന്നുള്ളത് കൂടി ഒരു നിസ്തർക്കമായിട്ടുള്ള ഒരു വസ്തുതയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ ജോയിന്റ് ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ പരസ്പരം സഹായിക്കുകയും മറ്റ് വ്യക്തികളെ കൺസിഡർ ചെയ്യുകയും സഹോദരങ്ങൾ തമ്മിലും അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലും ഒക്കെ ഒരു ഐക്യവും മറ്റും കാണാനായിട്ടൊക്കെ സാധിക്കും. അത് അവർ പരസ്പരം സഹവസിക്കുന്നത് കൊണ്ടുള്ള ഒരു കാര്യമാണ്. പരസ്പരമുള്ള സഹവാസമാണ് അവരെ ഒരു യൂണിറ്റിയിലേക്ക് മറ്റൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ജോയിന്റ് ഫാമിലികളെക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ന്യൂക്ലിയർ ഫാമിലികളാണ്. അവിടെ കൂടുതൽ ആളുകൾ അവരവർ തന്നെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെൽഫ് ഇൻഡിപെൻഡൻസ് മറ്റൊരു ഫീച്ചറാണ്. ഈ ഷാജോന്റെ ആ ഒരു ഡയലോഗിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് സെൽഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ന്യൂക്ലിയർ ഫാമിലിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടി നമുക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നിലപാടുകൾ, ഈ സെൽഫ് ഇൻഡിപെൻഡൻസും അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസും ഇന്ന് നമുക്ക് സമൂഹത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ക്യാരക്ടറിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എടുത്തുകൊണ്ട് ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് ഇൻഡിപെൻഡൻസും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും സോഷ്യൽ, എക്കണോമിക് ആൻഡ് എല്ലാ രീതിയിലും നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടോ എന്നൊന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.